പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ലോകമെമ്പാടും ഈസ്റ്റർ, ഈശോയുടെ ഉത്ഥാന തിരുനാൾ ആചരിക്കുകയാണ്. ബാഹ്യമായ സന്തോഷങ്ങൾ, ബാഹ്യമായ ആർഭാടപരമായ ആഘോഷങ്ങൾ, വലിയ തരത്തിലുള്ള മറ്റ് പ്രോഗ്രാമുകൾ ഇതിനേക്കാളും വലുതാണ് ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് അവിടുത്തെ ആരാധിക്കുമ്പോൾ നിത്യജീവനിലേക്ക് നിയോഗം ലഭിച്ചവരെന്ന നിലയിലുള്ള സന്തോഷം. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ലോകം മുഴുവനും. എങ്കിലും ഈസ്റ്ററിൻ്റെ വലിയ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അനുഭവം ശ്രദ്ധിച്ച് ഈസ്റ്റർ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഷാജി തോമസ്. ഞാൻ ഇടുക്കി രൂപതയിലെ പാണ്ടിപ്പാറ ഇടവകയിൽ നിന്നും വരുന്നു. ഇടുക്കി രൂപതയിൽ നിന്നാണ് വരുന്നത്. പാണ്ടിപ്പാറ. പറഞ്ഞോ. ഞാൻ 17-ാമത്തെ വയസ്സിൽ മദ്യപാനം ആരംഭിച്ചതാണ്. 17-ാമത്തെ വയസ്സിൽ ലഹരി വസ്തു ഉപയോഗിക്കാൻ മദ്യപാനം ആരംഭിച്ചു. 33 വർഷം 33 വർഷം മദ്യവും പിന്നെ പുകയില കഴിക്കുമായിരുന്നു. മദ്യപാനവും പുകയില ഉൽപ്പന്നങ്ങളും. 5 പാക്കറ്റ് പുകയില വേണമായിരുന്നു ഒരു ദിവസം. 5 പാക്കറ്റ് പുകയില. അതെ അതെ, പുകയില. 5 പാക്കറ്റ് പുകയില വേണമായിരുന്നു ഒരു ദിവസം. ദൈവമേ, അപ്പോൾ പാക്കറ്റ് സിസറല്ല, പുകയില അതെടുത്ത് ഇങ്ങനെ ചവയ്ക്കുക അല്ലേ? അതെ, ഇവിടെ വന്നപ്പോൾ 3 പാക്കറ്റ് പുകയിലായിട്ടാണ് വന്നത്. അയ്യോ, ഒരു ധ്യാനത്തിന് വരേണ്ട സ്ഥിതിയാണ്. ഒരു സഞ്ചിക്കകത്ത് പുകയില കെട്ടുമായിട്ടാണ് ധ്യാനം. 3 പാക്കറ്റ് പുകയിലയായിട്ടാണ് ധ്യാനം. പുകയില, സിസറല്ല, ബീഡിയല്ല, പുകയില കെട്ട് 3 പാക്കറ്റുമായിട്ടാണ് വന്നത്. എന്നിട്ട് അത് ഞായറാഴ്ച പുകയില കഴിച്ചു. തിങ്കളാഴ്ച രാവിലെ പുകയില എടുത്ത് കഴിച്ചപ്പോൾ വാഴക്കച്ചി കടിക്കുന്നവരായിരുന്നു. വാഴക്കച്ചി കടിക്കുന്ന ചുവയായിരുന്നു. ധ്യാനത്തിന് വന്ന് 5 ദിവസം ധ്യാനത്തിനാണ് വന്നല്ലേ? 5 ദിവസം ധ്യാനത്തിന് വന്നു. ഞായറാഴ്ച 3 കെട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പുകയില. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ വേണ്ടി പുകയില കടിക്കുന്ന ശീലമായിരുന്നു അല്ലേ? മദ്യപാനവും പുകയില അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും, ഞായറാഴ്ച കുറച്ച് കടിച്ച്, അപ്പോൾ ഒക്കെ നല്ലൊരു കിറങ്ങി നല്ലൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ധ്യാനം തുടങ്ങി, വചനം കേൾക്കാൻ തുടങ്ങി. കർത്താവ് തൊട്ടു. ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞ് അല്ലേ? കുർബാനയൊക്കെ കഴിഞ്ഞു. അന്ന് വൈകിട്ടും പുകയില കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. തിങ്കളാഴ്ച പുകയില എടുത്തങ്ങോട്ട് കടിച്ചതും എന്തായി, വാഴക്കച്ചി കടിക്കുന്ന പോലെ ഇരുന്നു. പിശാച് പോയാൽ പാപവസ്തുക്കളെല്ലാം ഇങ്ങനെയാവും. വാഴക്കച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വെറും വൈക്കോല് കടിക്കണ പോലെ ഇത്. ഉണക്കപ്പുല്ല് കടിച്ചാൽ എങ്ങനെ അതുപോലെ ഇരുന്ന് എല്ലാം ഗുണമുണ്ടാവും. അപ്പോൾ പിന്നെ അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് നോക്കി. അടുത്ത പാക്കറ്റ് അപ്പോൾ ഇവരും മോശമില്ല കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ നല്ല ബുദ്ധി ഉദിച്ച് ഇത് പൊട്ടിച്ച് പാക്കറ്റ് പൊട്ടിച്ചോണ്ട് ചിലപ്പോൾ ഇവിടുത്തെ അട്ടപ്പാടിയുടെ തണുപ്പ് കാരണം അത് നിർവീര്യമായി പോയതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇവിടെ വല്ല ഈ മൊബൈൽ ഫോൺ ജാമറൊക്കെ പോലെ ഇതൊക്കെ ജാം ചെയ്യുന്ന എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ. അന്ന് പൊട്ടിക്കാത്ത പാക്കറ്റ് എടുക്കരുതെന്ന് പറഞ്ഞ് 3 പാക്കറ്റല്ലേ കൊടുത്തിരിക്കണേ. അടുത്ത കെട്ടെടുത്ത് പൊട്ടിച്ച് അത് ഫ്രഷ് സാധനം എടുത്ത് അങ്ങോട്ട് വെച്ച്. അതുപോലെ തന്നെ അതും വക്കോല് പോലെ ഇരുന്ന് വൈക്കോലെ കടിക്കണം. വൈക്കോൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഉണക്കക്കച്ചി അതേ കടിക്കണ പോലെ ഇരുന്ന്. പിന്നെ ഇതുവരെ പുകയില ഉപയോഗിച്ചിട്ടില്ല. അതോടുകൂടെ ആ ശീലം, ആ ദുശീലം 33 വർഷമായ ആ ദുശീലം കർത്താവ് അങ്ങനെ പറിച്ചു കളഞ്ഞു. പിന്നെ എന്ത് പറയണ്ടായിട്ടില്ല. ഇല്ല, മദ്യം എങ്ങനെയായി? മദ്യം കഴിച്ചിട്ടില്ല. തീർന്നു. പിന്നെ ധ്യാനം കഴിച്ച് ഉപയോഗിക്കാൻ പറ്റിയില്ല. പറ്റിയിട്ടില്ല. വീട്ടിൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നുമില്ല, അത് കിടന്നു. വീട്ടിൽ മിച്ചം വെക്കുകയല്ലോ, ഉള്ളത് തീർത്തിട്ടാണ് കിടക്കും. തന്നെ മദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇത് നാളെങ്ങാനും കുടിക്കാമെന്ന് വിചാരിച്ച് വെക്കില്ല.
അതൊക്കെ അന്നെ തീർത്തിട്ട് കഴുകി വെച്ചിട്ട് കിടക്കും. അന്ന് തീർന്നാലേ ഒരു സമാധാനം. അന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോയി കിടക്കാൻ. എന്നാൽ പിന്നെ ഉറക്കം കിട്ടും, അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് വന്ന് കുടിക്കും. ഇതായിരുന്നു ശീലം. അത് 33 വർഷമായുള്ളത് ശീലമായിരുന്നു. 2017 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടിയതാണ്. 2017 സെപ്റ്റംബറിലാണ് കൃത്യം ഓർത്തിരിക്കുന്നത്. കാരണം കർത്താവ് ഇടപെട്ട അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി, അതുകൊണ്ട് അത് ഓർത്തിരിക്കണത്. 2017 സെപ്റ്റംബർ മാസത്തെ ധ്യാനം. പിന്നെ ഇന്ന് വരെ കുഴപ്പമില്ല. ഇപ്പം 2020 ഇതുവരെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 2019 ഒക്ടോബറിലും നവംബറിലും ഞാൻ ധ്യാനം കൂടിയിരുന്നു. 2 ധ്യാനം കൂടി. താമസിച്ചുള്ള 2 തവണ ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളൊരു 3-4 പേര് കൂടി 200 പേരെ അടുത്ത് ഇവിടെ ധ്യാനത്തിന്. അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കർത്താവ് ഒരു ദൗത്യം കൊടുത്തു. ഇതുപോലെ വിഷമിക്കുന്ന ആത്മാക്കളെ കൊണ്ടുവന്ന് വചനം കേൾപ്പിക്കുക. അങ്ങനെ അവിടെ നിന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് ആളുകളെ ഇതെന്താ ഒരു വലിയ പുസ്തകം നിറച്ച് അവരുടെ പേരാണ്. ഈ വരാൻ ആഗ്രഹിക്കുന്നവർ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ച് വന്ന് ധ്യാനം കൂടി പോയവരാണ്. ഇവിടെ താമസിച്ചുള്ള 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഇത്രയും പേര്. ഇപ്പം തന്നെ പേര് 189 വരെ അത്രയും പേരെ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്നു. ധ്യാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. 5 ദിവസം ധ്യാനം താമസിച്ചുള്ള ധ്യാനം കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ഇതാ ഫുൾ അഡ്രസ് ഇത് വെച്ച് പ്രാർത്ഥനയും അധ്വാനമാണ്. കർത്താവിനുള്ള സ്നേഹമാണത്. ധ്യാനം കഴിഞ്ഞ് കർത്താവിനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് വെറുതെ പോകുന്നത് മാത്രമല്ല, അതിനുശേഷം സ്ഥിരമായി കർത്താവിനോട് പ്രതിനിധിയായി ഇതുപോലെ വിഷമത്തിലും വേദനയിലിരിക്കുന്ന ആത്മാക്കളെ ധ്യാനത്തിന് കൊണ്ടുവന്ന് അവരുടെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി അവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന വലിയൊരു ശുശ്രൂഷയ്ക്ക് കർത്താവിന് മുമ്പിൽ ആ ദൗത്യം ഏറ്റെടുത്ത് ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയ. ഈ മദ്യപാനമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാവുമായിരുന്നു. കുറച്ച് അല്ല, ഒരു നോർമലായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടോ? ശരിക്കും ഇത് കുടുംബം ഇങ്ങോട്ട് വരാവോ? കൊച്ചുണ്ടോ? എന്നാൽ പിന്നെ പോരും. ശരിക്കും പറഞ്ഞൊക്കെ സത്യമാണോ? ഇങ്ങോട്ട് വന്നേ. ആ പുകയിലേക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് കൊച്ചു TV കണ്ടിട്ട് പറയുമായിരുന്നു, അച്ചാച്ചൻ്റെ ഈ കിറി ഇങ്ങനെ അഴുകി പോകും, ഇങ്ങോട്ട് പോകാതെ നിന്നാലും കൊച്ചാൾ മോശം, കൊച്ചിടയ്ക്ക് ഭീഷണിപ്പെടുന്നു അല്ലേ? ശരിക്കും ചേച്ചി ഇത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ മദ്യപാനം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അഭിഷേകാഗ്നി കാണുമ്പം ഞാൻ ഓർക്കുമായിരുന്നു, മനസ്സിൽ പറയുമായിരുന്നു, ഈ മനുഷ്യൻ എന്തെങ്കിലും അവിടെ ഒന്ന് പോകാനായിട്ട് തോന്നണമെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല, പോകാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ മനുഷ്യനൊന്ന് തോന്നിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയൊക്കെ നല്ല തോന്നല് കൊടുക്കണേ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അഭിഷേകത്തിന് കാണുന്ന സമയത്ത് ഒത്തിരി പേരിങ്ങനെ ഈശോ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ചേച്ചി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ എൻ്റെ മനുഷ്യനൊന്ന് തോന്നാൻ അവിടെ ഒന്ന് പോയി ധ്യാനം കൊണ്ടൊന്ന് തോന്നിക്കണേ എന്ന് പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കും. നേരിട്ടൊന്നും പറയുമൊന്നുമില്ല, ഈശോയോട് പ്രാർത്ഥിക്കും. അപ്പം എന്തായി? അങ്ങനെ ഇരുന്ന സെപ്റ്റംബർ മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച ഇത് കണ്ടോണ്ടിരുന്നപ്പോ പറഞ്ഞു, എനിക്കൊന്ന് പോണോന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും വേണ്ടിയില്ല. ഞാനപ്പോ മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ, ഏതായാലും തോന്നിച്ചല്ലോ, കർത്താവേ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞു മിണ്ടാതിരുന്നു പിടിച്ചിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ കൂടി വന്നപ്പോൾ ഹാപ്പി ആയിരുന്നോ? അതെ നന്നായിട്ടായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും എവിടെയെങ്കിലും കുടിക്കുന്നു. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ സംശയം അത്ര നല്ലതല്ല. ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ, എന്തായിരിക്കും പരിപാടി എന്ന്. പക്ഷെ ഇല്ല 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 പൂർണ്ണമായിട്ടും മാറിയായിരുന്നു. കൊച്ചുങ്ങളൊക്കെ സന്തോഷമാണോ? സന്തോഷമായിട്ടിരിക്കുന്നു. മോളെ TV-യിൽ നമ്മൾ ഈ പുകയില ഉൽപ്പന്നം കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസറൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്ന കാണിക്കും. അപ്പൊ അച്ചാച്ചൻ്റെ ഇങ്ങനെ ആവും ഇത് തിന്നാലെന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് മോള് വന്നിട്ട് പറയും, അച്ചാച്ച ഈ ചിത്രം കണ്ട, പുകയില ഉൽപ്പന്നങ്ങൾ പുക വലിക്കുന്നവരെ കിറി ഇങ്ങനെ ആകും എന്നുള്ള ചിത്രം കണ്ട, ഇതേമാതിരി സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആകും കേട്ടോ, അതുകൊണ്ട് വേഗം ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് മോള് വന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം ചില കുട്ടികൾ പറയുമ്പോഴും കർത്താവ് പ്രവർത്തിക്കും. എന്നൊക്കെ പറഞ്ഞേ ഹാലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അതെല്ലാം പറയുമ്പോൾ ശരിക്കും ഉള്ളിലേക്ക് ദൈവം ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉള്ളിലേക്ക് ദൈവം ഒരു ടച്ച് തന്നില്ലേ? ദൈവം ആ സമയത്ത്. അപ്പോൾ കൊച്ചുങ്ങൾ പറയുമ്പോഴും ഈശോ ഉള്ളിലേക്ക് ഒരു സ്പർശനം കൊടുക്കും. ദൈവമേ ശരിക്കും അപ്പോൾ സന്തോഷമല്ലേ? സന്തോഷമല്ലേ? കുട്ടികൾക്കൊക്കെ സന്തോഷമല്ലേ? അല്ലേ? നിനക്ക് സന്തോഷമാണോ? നിനക്ക് ഇവർ പപ്പയൊക്കെ ഇങ്ങനെ മദ്യപിക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നോ?
ശരിക്കും ഇപ്പം തന്നെ അത് ഓർക്കുമ്പോൾ തന്നെ കൊച്ചിന് കരച്ചിട്ട് ശരിക്കും ഇങ്ങനെ ഈ പുകയിലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര സങ്കടമല്ലായിരുന്നോ? ആ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ആണോ? ശരിക്കും എന്നിട്ട് നീ ഈശോ നീ പപ്പ ഇങ്ങനെ പുക വലിക്കുന്ന സമയത്ത് പപ്പയുടെ ആത്മാവ് നരകത്തിൽ പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമമില്ലായിരുന്നോ? അല്ലേ? അപ്പം നീ ഈശോയോട് പറഞ്ഞോ? നീയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുന്നോ? നീ എന്നാ പ്രാർത്ഥിച്ചിരുന്നേ? എന്നേലും അച്ചാച്ചൻ്റെ ഈ കുടിയൊന്ന് നിർത്തണേന്ന്. എന്ത് കർത്താവ്, എന്നെങ്കിലും ഒരാഴ്ച 2 ആഴ്ച എന്ന് പറയുന്നില്ല, എന്നെങ്കിലും ഈ അച്ചാച്ചൻ്റെ കുടി ഒന്ന് നിർത്തി തരണേന്ന് പ്രാർത്ഥിക്കും. ഈ കൊച്ചിന് ഭയങ്കര അച്ചാച്ചനൊന്ന് മദ്യപാനം നിർത്തി, എൻ്റെ ഈശോയെ എന്നെങ്കിലും എൻ്റെ അച്ചാച്ചൻ്റെ മദ്യപാനം ഒന്ന് നിർത്തി തരണേന്ന് കൊച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, അച്ചാച്ചനോട് സമയം കിട്ടുമ്പോൾ പറയും അല്ലേ, എന്തായാലും ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കിപ്പോൾ സന്തോഷമാണോ? അതെ. നീ ഈശോയ്ക്ക് ഒത്തിരി നന്ദിയൊക്കെ പറയണ്ടല്ലേ? നിനക്ക് നന്ദിയൊക്കെ പറയണല്ലേ? ഈശോയ്ക്ക് നന്ദി പറയണല്ലേ? ഈശോയ്ക്ക് നന്ദി. അതുകൊണ്ടാണ് കുടുംബം ഒന്നിച്ച് ഇന്ന് നന്ദി പറയാൻ വേണ്ടി ഈ മലയെ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി തന്നെ ബലിയായി അർപ്പിച്ച് നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി അത്രേ അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. അവൻ കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. അവൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉത്ഥാനം ചെയ്ത കർത്താവാണ്. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. യേശു കർത്താവ്, എൻ്റെ യേശു എൻ്റെ കർത്താവ്. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, 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 ദൈവമേ, ഈ സമയം അങ്ങയുടെ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ കർത്താവേ. ഇന്ന് ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈശോയെ രക്ഷിതാവും നാഥനും അധിപതിയും കർത്താവുമായി സ്വീകരിക്കുവാൻ ഹൃദയങ്ങളെ തുറക്കണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ, കൈ ഉയർത്തി കൈയടിച്ച് യേശുവേ, വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ആരാധന, ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. ഇന്ന് ഈസ്റ്റർ സുദിനമാണ്. നമ്മൾ വളരെ ഞെരുക്കം നിറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തിൽ എല്ലാവരും തന്നെ നമ്മുടെ ഹൃദയത്തിൽ അവരോടെല്ലാം വളരെ സ്നേഹമുണ്ടാകണം. ആ തകർന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന എല്ലാവരോടും എല്ലാ ദിവസവും തന്നെ നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടിയുള്ള സ്നേഹവും പ്രാർത്ഥനയും കൂട്ടായ്മയും
പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് നമ്മുടെ മൃതപ്രായമായ ആത്മീയ അവസ്ഥയെക്കുറിച്ചാണ്. ഭീരുത്വം അത് നമ്മെ മൃതിപ്പെടുത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛനത് പറയുമ്പോൾ ഉത്ഥാനം ചെയ്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ആ കാലഘട്ടം, ആ ദിവസങ്ങൾ, ആ ആഴ്ചകൾ, ആ മാസങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ശിഷ്യന്മാർ വളരെ വലിയ പ്രതികൂലത്തിലൂടെയാണ് കടന്നുപോയത്. എല്ലാവരും അവർക്ക് എതിരായിരുന്നു. ഭരണകൂടങ്ങളും ചക്രവർത്തിമാരും പട്ടാളവും പോലീസും നിയമജ്ഞന്മാരും ഫരീസയന്മാരും അവിടെയുള്ള പുരോഹിത പ്രമുഖന്മാരും സകലരും അവർക്ക് എതിരായിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് വളരെ ശക്തമായ പ്രത്യാശ നൽകി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്കൊരു ബലമായിരുന്നു. അതുകൊണ്ട് അവർ ശക്തിയുക്തം സംസാരിച്ചു, അവർ ആത്മാവിനെ സ്വീകരിച്ചു, അവർ ലോകമെങ്ങും പോയി. അവർ മരിക്കുന്ന സെക്കൻഡ് വരെ തളരാതെ അവർ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റിലും അനവധി വിധത്തിൽ ദൈവത്തിൻ്റെ സത്യം, ദൈവിക കാര്യങ്ങൾ ദുഷിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2094 ഖണ്ഡിക ഇന്ന് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ദൈവസ്നേഹത്തിന് എതിരായി പല വിധത്തിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയും. 1 നിസ്സംഗത, 2 നന്ദിഹീനത, 3 മന്നോഷ്ണത, 4 മടി അഥവാ അലസത, ലേസിനെസ്, 5 ദൈവ വിദ്വേഷം, ഹേറ്റ്രഡ്നെസ് ടുവേഴ്സ് ഗോഡ്, ഹേറ്റിംഗ് ഗോഡ്. 5 വിധത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ സ്നേഹത്തിന് എതിരായി ഉണ്ടാകാം. ദൈവസ്നേഹത്തിന് എതിരായി എന്ന് പറയുമ്പോൾ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: 1-ാം പ്രമാണ ലംഘനമാണത്. സഭയുടെ 1-ാമത്തെ പ്രമാണം നിന്റെ ദൈവമായ കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും സർവസ്വവുമായി സ്നേഹിക്കുക, അതുപോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിൽ വലിയൊരു കൽപ്പന നമുക്കില്ല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സമുന്നതമായ കൽപ്പനയാണ് 1-ാം പ്രമാണം. ഈ പ്രമാണം സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ 5 തരത്തിലുള്ള പാപങ്ങൾ ഇതിനെതിരെ ചെയ്യാൻ സാധിക്കുമെന്ന് 2094 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്. അതിൽ 1-ാമത്തേതാണ് നിസ്സംഗത, ഇൻഡിഫറൻസ്. നിസ്സംഗത എന്താ? നിസ്സംഗത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ വെച്ച് പലതും നടക്കും, അതിനുവേണ്ടി സംസാരിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും, വേണ്ട, അല്ലെങ്കിൽ ഇത്തിരി കഴിഞ്ഞിട്ടാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയുമില്ല. ആ ഗ്രേസ് ടൈം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആ വണ്ടി പോയി എന്ന് വിചാരിച്ചാൽ മതി. ആ ബസ്സിൽ കയറാൻ പിന്നെ നിങ്ങൾക്ക് സാധിക്കുകയില്ല, എനിക്ക് സാധിക്കുകയില്ല. ഒരു കാര്യം കാണുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറയും, ഇത് ശരിയല്ല, ഇതിനെതിരെ സംസാരിക്കണം, ഇതിനെതിരെ എഴുതണം, ഇതിനെതിരെ പോസ്റ്റ് ഇടണം, ഇത് ശരിയല്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും. ഇച്ചിരി കഴിയുമ്പോൾ വേറെ ഒരു ചിന്ത വരും, ഇച്ചിരി കഴിഞ്ഞിട്ടാകട്ടെ, നാളെ ആകട്ടെ, വേറൊരാളോട് ആലോചിച്ചിട്ടാകട്ടെ, ഒന്ന് കൂടി ആലോചിച്ചിട്ടാകട്ടെ, ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടാകട്ടെ, ഇങ്ങനെ ഒരു പോസ്റ്റ്പോൺ ചെയ്യാൻ ഒരു പുഷ് വരും. അത് സാത്താൻ്റെ ഒരു കബളിപ്പിക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവ് എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുന്നവർക്ക് മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ, അല്ലാത്തവർ എഴുന്നേൽക്കുമെന്ന് വിചാരിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിസ്സംഗത. നമുക്ക് ചുറ്റും പല കാര്യങ്ങൾ കാണുമ്പോൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പറയേണ്ടടുത്ത് പറയണം, എഴുതേണ്ടടുത്ത് എഴുതണം, സാക്ഷ്യം വഹിക്കേണ്ടടുത്ത് സാക്ഷ്യം വഹിക്കണം, എഴുന്നേറ്റ് നിൽക്കേണ്ടടുത്ത് എഴുന്നേറ്റ് നിൽക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. എന്നാൽ ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണെന്നറിയാവോ? ഞാൻ ഈ അടുത്ത കാലത്ത് ജോയ് ജോൺ എന്ന വ്യക്തിയുടെ ഒരു പ്രതിപാദനം വായിക്കുകയുണ്ടായി. അദ്ദേഹം അതിനകത്ത് ഒരു ഷെയറിങ് നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്,
എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളെ അദ്ദേഹം ഇന്ന് വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, അതായത് അസ്ഥികളുടെ താഴ്വര. ഈ അസ്ഥികളുടെ താഴ്വരയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇങ്ങനെ അനേക അസ്ഥികൾ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകൻ അവിടെ അനൗൺസ് ചെയ്തു, ഓ ജീവശ്വാസമേ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ അസ്ഥികളുടെ മേൽ വീശുക. ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ചൈതന്യം ആ അസ്ഥികളുടെ മേൽ ആവസിച്ചു. ആ അസ്ഥികളെല്ലാം എഴുന്നേറ്റ് നിന്നു. എന്നാൽ മാംസമില്ല, ചർമ്മമില്ല. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഓ ഈ അസ്ഥികൂടങ്ങളുടെ മേൽ മാംസം നിറയട്ടെ, ചർമ്മം ഉണ്ടാകട്ടെ. അപ്പോൾ ആ അസ്ഥികളുടെ മേൽ പെട്ടെന്ന് മാംസം വന്ന് നിറഞ്ഞു, ചർമ്മം ഉണ്ടായി. അവയെല്ലാം എഴുന്നേറ്റ് നിന്നു. പക്ഷേ അവയ്ക്ക് ചലിക്കാൻ പറ്റുന്നില്ല. അവ ഇങ്ങനെ ഒരു ശവശരീരം എഴുന്നേറ്റ് നിന്നാൽ എന്ന പോലെ അവ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുന്നില്ല. അതിന് പ്രതികരണങ്ങളില്ല. നമ്മുടെ സമൂഹം ഏതാണ്ട് ഇതുപോലെയാണ്. സംസാരിക്കുന്നില്ല, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നില്ല. എന്തോ ഒരു മൂകത ബാധിച്ചിരിക്കുകയാണ്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല, മറുപടി പറയേണ്ട സമയത്ത് മറുപടി പറയുന്നില്ല. പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ അനേക തരത്തിലുള്ള സിനിമകളിലൂടെയും അനേക തരത്തിൽ പല വിധത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റിനും വിശ്വാസ സത്യങ്ങളെ ദുഷിക്കുന്നു, ആക്ഷേപിക്കുന്നു, ചവിട്ടിമതിക്കുന്നു. എന്നാൽ നമുക്ക് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മ പ്രേരണ തന്നാലും നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ പ്രതികരിക്കുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് എഴുന്നേറ്റ് നിന്ന് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് ചുറ്റിലും പലതരത്തിലുള്ള അസത്യങ്ങൾ കട്ടപിടിക്കുകയാണ്, പലതരത്തിലുള്ള ദൂഷണങ്ങൾ പെരുകുകയാണ്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് കുട്ടികളുടെയും യുവതിവാക്കന്മാരുടെയും മനസ്സിനെ കലുഷിതമാക്കുന്ന വിധം ദുഷ്പ്രചരണങ്ങളും നുണപ്രചരണങ്ങളും മനഃപൂർവ്വം വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയുള്ള അനവധി തരത്തിലുള്ള ഗൂഢനീക്കങ്ങളും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കൈകെട്ടിരിക്കരുത്. സംസാരിക്കാൻ സാധിക്കുന്നവരെല്ലാവരും സംസാരിക്കണം, എഴുതാൻ പറ്റുന്നവരെല്ലാവരും എഴുതണം, പ്രതികരിക്കാൻ പറ്റുന്ന എല്ലാവരും പ്രതികരിക്കണം. വിശ്വാസത്തിന് വേണ്ടി നാം ശബ്ദമുയർത്തണം. വിശ്വാസത്തിന് വേണ്ടി ഞാനും നിങ്ങളും സംസാരിക്കണം. ഞാനും നിങ്ങളും നിസ്സംഗത വെടിയണം. 1-ാം പ്രമാണ ലംഘനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു പാപമാണ് നിസ്സംഗത. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാമത് തിരുലേഖനം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ തയ്യാറായിരിക്കുവിൻ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ആരാധിക്കണം, യേശുക്രിസ്തുവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെ ദേവാലയത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ മറുപടി കൊടുക്കാനായിട്ട്, സംസാരിക്കാനായിട്ട് രംഗത്തേക്ക് വരണം. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സംശയമുള്ളവർക്ക്, വിശദീകരണം ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ എല്ലാവരും എപ്പോഴും തയ്യാറായിരിക്കുവിൻ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ വളരുന്നതോടൊപ്പം നമ്മുടെ സമൂഹവും വിശ്വാസം വളരാൻ നമുക്കുള്ള ഒരു വാക്കാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവസന്നിധിയിൽ നമ്മൾ കടപ്പെട്ടവരാണ്. ഇനി 2-ാമത്തെ പാപം, അതാണ് നന്ദിഹീനത. ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായ പാപത്തിൽ 2-ാമത്തെ പാപം നന്ദിഹീനത. എന്താണ് നന്ദിഹീനത? ദൈവത്തിൻ്റെ സ്നേഹത്തെ അംഗീകരിക്കുന്നതിലും അവിടുത്തെ സ്നേഹത്തിന് പകരം തിരിച്ചവിടുത്തെ സ്നേഹിക്കുന്നതിലും ഉത്സാഹമില്ലാതെ വീഴ്ച വരുത്തി അത് തന്നിഷ്ടം പോകുന്ന ആ രീതിക്കാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി ലോക വസ്തുക്കളുടെ പിന്നാലെ തന്നിഷ്ടം, തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നതാണ് നന്ദിഹീനമായ ജീവിതം. ചിന്തിച്ച് നോക്കുക, എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം തന്നു, എത്രയോ കൃപകൾ ദൈവം തന്നു, എത്രയോ അഭിഷേകങ്ങൾ ദൈവം തന്നു. അതിന് തിരിച്ചെന്തെങ്കിലും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മളത് ചിന്തിച്ച് നോക്കുക. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എത്രയോ കരുണയോടെയാണ് ദൈവം വിശ്വാസം വളർത്താൻ വിശ്വാസത്തിൻ്റെ കൃപകൾ നമുക്ക് തന്നത്, വചനം നമുക്ക് തന്നത്, ശുശ്രൂഷകൾ നമുക്ക് തന്നത്. അവ ചവിട്ടി മതിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കുന്നു, സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ കഴിവുള്ളവർ സംസാരിച്ച് ദൈവത്തിൻ്റെ സഭയെയും വിശ്വാസത്തെയും ബലപ്പെടുത്തുന്നുണ്ടോ? നന്ദിഹീനത എന്ന പാപത്തിൽ ഞാനും നിങ്ങളും നിബന്ധിച്ചിരിക്കുന്നുവോ എന്ന് ചിന്തിക്കണം.
മൂന്നാമത്തെ പാപമാണ് മന്ദോഷ്ണത. എന്താണ് മന്ദോഷ്ണത? ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ. എന്തായാലും കുഴപ്പമില്ല, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന വിധത്തിലുള്ള ജീവിതം. ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കർത്താവ് തിരസ്കരിക്കും. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കളയുന്നത് പോലെ നാം തിരസ്കരിക്കപ്പെടുന്ന അതികഠിനമായ പാപത്തിൻ്റെ ഒരു മണ്ഡലമാണ് മന്ദോഷ്ണത. മന്ദോഷ്ണത. വേറെ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഇല്ല, വിശ്വാസത്തെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഇല്ല, പ്രാർത്ഥനകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സുവിശേഷങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത് ഡിഫെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അതിലൊന്നും താല്പര്യമില്ല. ഐ ഡോണ്ട് മൈൻഡ്, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ചൊന്നും ഒരു ബോധരക്ഷണില്ല. എൻ്റെ ലോകം, എൻ്റെ ലോകം. ദൈവത്തിൻ്റെ വചനം റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നാം നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തണം. അതിലും വലുതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കണം. രണ്ടാമത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കണം. പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസം വളർത്താൻ, അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അനേകരെ മന്ദോഷയിരിക്കുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് കുഴപ്പമൊന്നും വരികയില്ല, എനിക്ക് കുഴപ്പമൊന്നും വരിക. ഇത് നാം കർത്താവിനാൽ തിരസ്കരിക്കപ്പെടാൻ തക്കവണ്ണം ഗൗരവമുള്ള പാപമാണ് മന്ദോഷ്ണത. ഒന്നിലും ഇടപെടാതിരിക്കുക, ഒന്നിലും ഇടപെടാതെ കൈ കഴുകി നടക്കുക. ഇതല്ല മാമോദിസ സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, ആത്മാവിനെ സ്വീകരിച്ച്, വിശുദ്ധ കുദാശ സ്വീകരിച്ച ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇതല്ല വചനം കേൾക്കുന്ന ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ പാപമാണ് മടി അഥവാ അലസത. ആധ്യാത്മിക അലസത ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാ സന്തോഷത്തെയും അത് കെടുത്തിക്കളയും. സഭാപ്രസംഗൻ്റെ പുസ്തകം 10-ാം അധ്യായം 18-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വീട്ടുടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ അവൻ്റെ പുര ചോരും. ആധ്യാത്മിക ജീവിതം, ആധ്യാത്മിക സൗധം തകർന്നടിയും, സഭ ക്ഷയിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആലസ്യത്തിലാണ്ട് ചുറ്റുവട്ടത്തൊക്കെ സംഭവിക്കും. ആലസ്യത്തിലാണ്ട് അവനവൻ്റെ സന്തോഷത്തിൽ മുഴുകി ജീവിക്കുന്നത് തന്നെ നശിപ്പിക്കലാണ്, സഭയെ നശിപ്പിക്കലാണ്. ഉണർന്ന് ഉള്ള കഴിവ് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾ അധ്വാനിക്കണം. അഞ്ചാമത്തതാണ് ദൈവ വിദ്വേഷം, ഹേറ്റ്രെഡ്നെസ് ടുവേർഡ്സ് ഗോഡ്, ഹേറ്റിംഗ് ഗോഡ്. അങ്ങനെ ധാരാളം വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഐ ഹേറ്റ് ഗോഡ് എന്ന് പറയുന്ന ധാരാളം വ്യക്തികളുണ്ട്. നമ്മൾ ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും എഴുതി കാണുമ്പോൾ ഇതെല്ലാം 100% അതെല്ലാം സത്യമാണെന്ന് വേദവാക്യമാണെന്ന് വിചാരിക്കരുത്. അവരെഴുതുമ്പോൾ, ഓരോരുത്തർ എഴുതുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ദൈവത്തെ വെറുക്കുന്ന ഒരാൾക്ക് ധ്യാനത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എഴുതാൻ കഴിയില്ല. ദൈവത്തെ വെറുക്കുന്ന ഒരാൾക്ക് അത്ഭുതങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് നല്ല വിധത്തിൽ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ കളറിട്ട് അത് ചിത്രീകരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളതിന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തെ വെറുക്കുന്ന ഒരാൾക്ക്, ദൈവത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് വിശുദ്ധ കൂദാശകളെക്കുറിച്ച് ഉൾക്കൊള്ളാനാവില്ല. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരം രക്തമായി മാറും എന്ന് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾ ലോകത്തിലുണ്ടല്ലോ. ദൈവത്തെ വെറുക്കുന്ന ആളുകൾ, അവർ നടത്തുന്ന സൈറ്റുകളുണ്ട്, ഹേറ്റ് സൈറ്റ്സ്. വിദ്വേഷം വിതയ്ക്കുന്ന ഫേസ്ബുക്ക് പേജുകളുണ്ട്, വിദ്വേഷം വിതയ്ക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, വിദ്വേഷം വിതയ്ക്കുന്ന പോയിന്റുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും പോസ്റ്റുകൾ കാണുമ്പോൾ അത് വേദവാക്യമായിട്ട് കണ്ണുടച്ച് വിശ്വസിക്കരുത്. ഇത് എൻ്റെ കർത്താവിലേക്ക് അടുപ്പിക്കുമെന്ന് ചിന്തിക്കണം. അതിൽ ചിലപ്പോൾ വൈദിക വേഷം ധരിച്ചവരുണ്ടായിരിക്കും, അതിൽ ചിലപ്പം വചനപ്രഘോഷകരുടെ രൂപത്തിലുള്ളവരുണ്ടായിരിക്കും, കൗൺസിലേഴ്സിൻ്റെ രൂപത്തിലുള്ളവരുണ്ടായിരിക്കും. അങ്ങനെ പല വിധത്തിൽ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ഭക്തിരഹിതരുടെ പ്രവർത്തന നിമിത്തം വിശ്വാസം തീർത്തും പോകും. ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും വിശ്വാസമില്ല. ചിലർ വിശ്വാസം തീർത്തും നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ആ കൂട്ടത്തിൽ വൈദികരുണ്ടാകാം, സിസ്റ്റേഴ്സ് ഉണ്ടാകാം, അൽമായ ശുശ്രൂഷകരുണ്ടാകാം, ഏത് യുവതി യുവാക്കന്മാരെ കുട്ടി എല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരാം. എല്ലാവർക്കും വിശ്വാസമില്ല. ചിലർ വിശ്വാസം തീർത്തും നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ചിലർ ദൈവത്തെ വെറുത്ത് ജീവിക്കുന്നു.
ഈ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ എഴുതും, അങ്ങനെയുള്ളവർ പറയും, അങ്ങനെയുള്ളവർ പോസ്റ്റ് ഇടും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും വ്യക്തമായി മറുപടി പറയണം. സത്യത്തിന് സാക്ഷ്യം വഹിക്കണം. അറിയാവുന്ന വിശ്വാസബോധ്യങ്ങൾ പങ്കുവെക്കണം. ആരും അലസരായിരിക്കരുത്. ഉത്ഥാനം ചെയ്ത കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി ഇന്ന് കർത്താവിനോട് ഒരു അനുഗ്രഹം ചോദിക്കാം. ഉചിതമായ സമയത്ത്, തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ ഉണർവിൻ്റെ കൃപ തരണമേ. വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കാൻ സ്ഥൈര്യത്തിൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്യണമേ. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ആത്മാവിൽ പൗരുഷം നൽകണമേ. തിന്മയിൽ അന്ധകാരം വ്യാപരിക്കുമ്പോൾ, തിന്മ പടരുമ്പോൾ ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ഒരു വാക്കുകൊണ്ട് സത്യത്തിന് വേണ്ടി അവിടെ പ്രകാശിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. ഉത്ഥാനം ചെയ്ത കർത്താവിന് സാക്ഷികളായ അപ്പോസ്തലന്മാർ പിന്നെ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരുന്നില്ല. അവർ സത്യത്തിന് സാക്ഷ്യം വഹിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവർക്കറിയാവുന്നിടത്തോളം ആളുകളോട് പറഞ്ഞു. ബാക്കി പരിശുദ്ധാത്മാവ് പൂർത്തിയാക്കി. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥാനം ചെയ്തവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നോക്കി ഉച്ചത്തിൽ